ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആർട്ടീസ് വേൾഡ്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ബി ടോക്സ് അല്ലാതെ ഞാൻ ഒരുപാട് റീൽസും കുക്കിംഗ് വീഡിയോയും ഡെയിലി വ്ലോഗുകളും ഒക്കെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് എന്നെ ഒന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. എന്റെ ചാനലിന്റെ പ്രൊമോഷൻ ഞാൻ തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ്. ഞങ്ങളുടെ ഇവിടെ ഇന്ന് മഴ തോന്നിട്ടേ ഇല്ല, ഭയങ്കര മഴയാണ്. അപ്പൊ എല്ലാവരുടെ അവിടെ മഴയാന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബിഗ് ബോസ് ഹൗസിൽ 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്. അപ്പൊ ഈ 10ാം ദിവസം എന്തൊക്കെയാണ് നടന്നതെന്നൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ വീക്കെൻഡില് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കാനുള്ള കളമാണ്, എല്ലാരും കൂടി ഒരുമിച്ച് വന്നിരുന്ന് എല്ലാം സംസാരിച്ച് ഒരു സ്നേഹം ഉണ്ടാവുന്ന സ്ഥലമാണ് അടുക്കള എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ലാലേട്ടൻ പോയി. പിറ്റേ ദിവസം മുതൽ അടുക്കളയിൽ ഇപ്പോൾ അടിയോടടിയാണ്. കാരണം കിച്ചൺ ടീമിൽ നമ്മുടെ അനീഷ് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ അടി ഉണ്ടാവാതിരിക്കും. ഇന്നലെയും സ്ഥിരം പോലെ തന്നെ കിച്ചണിൽ അടിയോടടി തന്നെ ആയിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഫുഡ് കുറവാണ്. ഫുഡ് അവര് കറക്റ്റ് നോക്കുന്നില്ല, ഒരുപാട് സാധനങ്ങൾ വലിച്ച് ഇട്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഷാനവാസും അനീഷും അതിന്റെ പേരിൽ ഒരു വലിയ തർക്കം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ കിച്ചണിൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലായിട്ട് നമ്മുടെ ബിൻസി എന്തോ എടുക്കുന്ന സമയത്ത് ആ വെള്ളം എടുക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിസേൽ നോർമലായിട്ട് സംസാരിച്ചു എന്നാണ് ജിസേൽ പറയുന്നത്. അപ്പൊ ജിസേലിന്റെ സംസാര രീതി അങ്ങനെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ജിസേൽ പറഞ്ഞ സമയത്ത് അത് അനീഷിനും ബിൻസിക്കും ഒക്കെ ഒരു ഓർഡർ ഇടുന്ന പോലെ തോന്നി. അപ്പൊ അതിനെതിരെ അനീഷ് നല്ലപോലെ ചാടി കയറി ജിസേലിന്റെ അടുത്ത്. അപ്പൊ അത് കേട്ടിട്ട് ഷാനവാസ് ഒക്കെ വന്നിട്ട് അവിടെയും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വഴക്ക് അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ ജിസയില് ഒരു തവണ പിടിക്കപ്പെട്ടതല്ലേ, ഒന്നല്ല ഒന്നി കൂടുതൽ തവണ പിടിക്കപ്പെട്ടതാണ് മേക്കപ്പ് ഐറ്റംസോ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ അനുമോള് ജിസേലിന്റെ പിന്നാലെ തന്നെയാണ്. ജിസേൽ എന്തെങ്കിലും ഇടുന്നുണ്ടോ, ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ, ഫൗണ്ടേഷൻ ഇടുന്നുണ്ടോ, എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസ് ഇടുന്നുണ്ടോ എന്നറിയാൻ ജിസേലിന്റെ പിന്നാലെ തന്നെയാണ് നമ്മുടെ അനുമോൾ. അപ്പൊ അതുകൊണ്ടും ഇന്നലെ അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആയി. അപ്പൊ അനുമോൾ എന്താ ഇട്ടിരിക്കുന്നത് ജിസേല് ചോദിച്ചപ്പോ പറഞ്ഞു അത് ബീട്രൂട്ട് ആണെന്ന് പറഞ്ഞു കേട്ടോ. അനുമോള് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുണ്ടിലിടാനായിട്ട്. അപ്പൊ ജിസേല് പറഞ്ഞു നിനക്ക് അതിടാം, അങ്ങനെ അല്ല നീ ലിപ്സ്റ്റിക് ഇട്ടെന്ന് പറഞ്ഞ ടിഷ്യൂ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ടിഷ്യൂ എന്തോ തുടച്ചിട്ട് ജിസേൽ അവിടെ ഇട്ടപ്പോ ഫൗണ്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഉൾപ്പെടെയുള്ള മറ്റു ഗേൾസ് എല്ലാം കൂടി ജിസേലിനെ നേരെ ചൂടാകുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വാഷ്റൂമിൽ ഒരു വലിയ ഇഷ്യൂ അത് മൂലം ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മിഡ് വീക്ക് എവിഷനിലുള്ള 6 കണ്ടസ്റ്റൻസിനുള്ള ഗെയിം ആയിരുന്നു ഇന്നലെ. അപ്പൊ ഇന്നലത്തെ ഗെയിം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ അവിടെ കുറെ പ്രോപ്പർട്ടീസ് ബിഗ് ബോസ് വെച്ചിട്ടുണ്ട്, അത് ഫ്രിഡ്ജിൽ നിറയ്ക്കുക എന്നതായിരുന്നു ടാസ്ക്. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം മത്സരിച്ചു. ആദ്യം അവിടെ കിടന്ന എല്ലായിടത്തും ഇവർ ഫ്രിഡ്ജിൽ കയറ്റിട്ടോ. ടെഡി ബിയറും നമ്മുടെ തലകണയും പെട്ടിയും ഒക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. കാരണം എണ്ണം കൂടുന്ന ആളാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ അനുമോളും ശരത്തും അനീഷിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം മാത്രം നമുക്ക് എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അനീഷ് പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ലാം എടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ എന്ത് ചെയ്തു, ഇവരെല്ലാം എടുത്തു വെച്ചു. അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ തലകണയും ടെഡി ബിയറിനും ഒന്നും വെക്കാറില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രം കൗണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒനീലാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഷാനവാസും അക്ബറും ആയിരുന്നു ഒനീലിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒനീൽ അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിനും ചെറിയൊരു പോയിന്റ് ഒക്കെ കിട്ടി, എന്നാലും ലാസ്റ്റ് അല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് വന്നിട്ട് എല്ലാവരോടും നമ്മുടെ മീറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന മത്സരാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണോ എന്ന് നമ്മുടെ മിഡ് വീക്ക് എവിഷനിൽ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേന് സരിക KB വന്നിട്ട് പറഞ്ഞു ബിന്നിയുടെ പ്രകടനം അല്ലെങ്കിൽ ആ ഒരു മത്സര ബുദ്ധി ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല, അവൾ നന്നായിട്ട് കളിക്കുന്നില്ല, അവളെ മാറ്റണം എന്ന് നമ്മുടെ സരിക KB പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷ് വന്നപ്പോഴത്തേക്കും നമ്മുടെ അനുമോളും ശരത്തും 100% എഫേർട്ട് ഇട്ടിട്ടല്ല അനീഷിന് വേണ്ടി കളിക്കുന്നത്. അപ്പൊ അനീഷിന്റെ സേഫ്റ്റി നോക്കുന്നത് കൊണ്ട് അനീഷിന് അവരെ മാറ്റണം എന്ന് പറഞ്ഞു. ശരത്ത് ഭയങ്കരമായിട്ട് ചാടിക്കറക്ക. കാരണം ശരത്തും അനുമോളും ഇന്നലെ പറയുകയുണ്ടായി അനീഷ് ശരത്തിന്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ്, എങ്കിൽ പോലും ഗെയിംസിൽ ശരത്തിന്റെ കഴിവ് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്, അതുകൊണ്ട് 100% കൊടുത്ത് തന്നെയാണ് അനുമോളും ശരത്തും അവിടെ നിന്നത്. പക്ഷെ അനീഷ് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക മാത്രമല്ല അവര്
മാറ്റണം എന്ന് കൂടി പറഞ്ഞപ്പോൾ അത് ശരത്തിന് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുകയും അതിനെതിരെ അവിടെ ഒരു ഭയങ്കരമായ പ്രശ്നം നടക്കുകയും ചെയ്തു. അങ്ങനെ ബിഗ് ബോസ് വീണ്ടും കണ്ടസ്റ്റൻസിലെല്ലാം കൂടെ പേരെഴുതി ഒരു ബൗളിൽ ഇട്ടിട്ട് നമ്മുടെ നോമിനേറ്റഡ് ആയിട്ടുള്ളവർ വന്ന് 2 ചീട്ട് വെച്ചെടുക്കണം. അപ്പൊ അവരായിരിക്കും ഇനി മുതൽ അവർക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഇനി മുതൽ എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പൊ ഇന്ന് എന്തായാലും ഒരാൾ പുറത്തു പോയേ പറ്റുള്ളൂ. താൽക്കാലികമായിട്ടോ പെർമനന്റ് ആയിട്ടോ ഒക്കെ പോകും. അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ബിഗ് ബോസ് ആണല്ലോ. ബിഗ് ബോസ് ഇപ്പൊ 7ന്റെ പണിയാണ് പ്രേക്ഷകർക്ക് അവിടെയുള്ള കണ്ടസ്റ്റൻസിനും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ അനീഷിന് അനുമോളും ശരത്തും മാറിയിട്ട് നൂറ് അതിൽ അതിന്റെ ശൈത്യെ കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടറിയണം അവരുടെ ഗെയിം കളിച്ച് അവരെങ്ങാനും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അനീഷ് അവരുടെ മിക്കറ്റും ചാടി കയറുമായിരിക്കും. നമുക്കറിയില്ല, എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആയിരുന്നു ഇന്നലെ ഹൗസിലുണ്ടായിരുന്ന കാര്യം. പിന്നെ നമ്മുടെ ഒരിടത്ത് എന്നുള്ള കഥ പറഞ്ഞത്, ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്തത് നമ്മുടെ ഷാനവാസും സരിക കേബിയും നെവിനും ആയിരുന്നു. ഭയങ്കര സരിക കേബി അല്ല, കലാഭവൻ സരികയായിരുന്നു. അപ്പം എന്താ പറയാ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറീസ് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ഇമോഷണൽ ആണ്. ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നെവിൻ തുടക്കത്തിൽ തന്നെ നിർത്തുന്നുണ്ടായിരുന്നു. അപ്പം ലൈഫ് സ്റ്റോറീസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഇന്നലെ മേജർ ആയിട്ട് നടന്ന ഇൻസിഡൻസ്. അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണ്, മിഡ് വീക്ക് എവിഷന്റെ ലാസ്റ്റ് ദിവസമാണ്. ഇന്നത്തെ ഗെയിം എന്താണ്, ആര് ജയിക്കും, ആര് പുറത്തു പോകും എന്നുള്ളതെല്ലാം നമ്മൾ കണ്ട് തന്നെ അറിയണം. അപ്പൊ എന്തായാലും നമുക്ക് ആ എപ്പിസോഡ് വെയിറ്റ് ചെയ്ത് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.